ഹായ് ഫ്രണ്ട്സ്, വിജയ രമേഷ് വ്ളോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. 2024 അവസാനത്തെ നിമിഷങ്ങളും 2025 ആദ്യത്തെ നിമിഷങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു കുഞ്ഞു വീഡിയോയാണ്. പോകാം വീഡിയോയിലേക്ക്. ഞങ്ങളങ്ങനെ എത്തി നിൽക്കുന്നത് 2024 ഡിസംബർ 31 അൽസാജിലാണ് കേട്ടോ. ട്രിവാൻഡ്രം കഴക്കൂട്ടത്തുള്ള അൽസാജിലാണ്. ന്യൂ ഇയറിൻ്റെ പ്രോഗ്രാം നമുക്കൊന്ന് അടിച്ചു പൊളിച്ച് സെലിബ്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഞങ്ങൾക്കത് പറ്റിയിട്ടില്ലായിരുന്നു, കാരണം രമേശേട്ടൻ ഞങ്ങളുടെ കൂടെ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം രമേശേട്ടനുണ്ട്. അപ്പം നമ്മൾ അടിച്ചു പൊളിക്കാൻ എന്നൊക്കെ വെച്ചു. അങ്ങനെ അൽസാജിലാണ് കേട്ടോ. ഇൻസ്റ്റാഗ്രാമിലാണ് കേട്ടോ ഞങ്ങൾ ഇവരുടെ ഒരു പരസ്യം കണ്ടത്, മീൻസ് ഇവരുടെ ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടത്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങളത് എവിടെ എത്തി, ഹാളിൻ്റെ മുന്നിലൊക്കെ കുറേ തെരഞ്ഞു മണികൾ ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ എന്താ പറയുക നമ്പരൊക്കെ പറഞ്ഞു കൊടുത്തു. അതായത് നമ്മൾ ബുക്കിംഗ് ഒരു നമ്പർ ഉണ്ടല്ലോ, ആ നമ്പരൊക്കെ പറഞ്ഞു കൊടുത്ത സമയത്ത് നമുക്കിങ്ങനെ ഒരു ബാൻഡൊക്കെ കിട്ടു തന്നു കേട്ടോ. അപ്പോൾ അത് റെഡും ഉണ്ട്, പിന്നെ സിൽവറും ഉണ്ട് കേട്ടോ. ഗോൾഡും സിൽവറാണ് കേട്ടോ. ഞങ്ങൾ സിൽവറാണ് എടുത്തിരിക്കുന്നത്. അതിന് ഏകദേശം 2000 അടുപ്പിച്ചുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങളങ്ങനെ ഹാളിൽ പോയ സമയത്ത് അവിടെ കടകംപള്ളി സാറാണ് കേട്ടോ ഉദ്ഘാടനം ചെയ്യാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്പീച്ച് ഉണ്ടായിരുന്നു. അതിനുശേഷം എൻ്റെ പൊന്നോ തകർപ്പൻ പരിപാടികളൊക്കെ ആയിരുന്നു കേട്ടോ. ഫ്യൂഷൻ ആയിരുന്നു കേട്ടോ. ആദ്യം ഫ്യൂഷൻ കഴിഞ്ഞതിന് ശേഷം പാട്ടും ഉണ്ടായിരുന്നു, കാരണം അവിടെ ഒരു ബാൻഡ് പോലെയായിരുന്നു കേട്ടോ. കുറച്ച് വയലിൻ്റെ ഫ്യൂഷൻ കാണും, പിന്നെ പാട്ട് കാണും. എന്തായാലും നമുക്ക് എന്താ പറയുക വളരെ സന്തോഷം തോന്നി. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച അത്ര ഒരു തിരക്ക് അവിടെ ഉണ്ടായില്ല, കാരണം തൊട്ടപ്പുറത്ത് ലുലു മാളിനകത്ത് വമ്പൻ പ്രോഗ്രാം നടപ്പുണ്ടായിരുന്നു. അപ്പോൾ സൂര്യമോൾ പറഞ്ഞു നമുക്ക് അവിടെ പോയാൽ മതിയായിരുന്നു, ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് അവിടെ പോയി പ്രോഗ്രാം കണ്ടാൽ മതിയായിരുന്നു, ഇതൊരു വൈബ് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞൊക്കെ ഇരുന്നു. ഞാൻ പറഞ്ഞു തുടക്കം അങ്ങനെയാണ് മക്കളെ, വൈബൊന്നും കിട്ടില്ല. പക്ഷേ അതിൻ്റെ അവസാനം അങ്ങോട്ട് പോകെ നമുക്ക് വൈബൊക്കെ കിട്ടും. അങ്ങനെ അപ്പടി ഡാൻസ് കൂടെ കളിച്ച സമയത്ത് പിള്ളേർക്ക് അനക്കം വന്നു തുടങ്ങി. അപ്പോൾ എന്തായാലും ആ പ്രോഗ്രാമിന് ശേഷം കുറച്ച് സമയം നിർത്തിവെച്ച് ഫുഡിന് വേണ്ടിയിട്ടുള്ളായിരുന്നു കേട്ടോ. അങ്ങനെ നല്ലൊരു ഫുഡ് കൗണ്ടറായിരുന്നു. എന്താ പറയുക, ഫ്രഞ്ച് ഫ്രൈസും അതുപോലെ തന്നെ ചീസ് റോളും സമൂസയും പിന്നെ അതുപോലെ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും ഒക്കെ വെച്ചിട്ട് ഒരു വമ്പൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല നമ്മൾ കൊടുത്ത ആ ഒരു രൂപയ്ക്ക് എന്തായാലും പുറത്ത് തന്നെയായിരുന്നു. എന്തായാലും ഇതൊക്കെ ഒരു സന്തോഷമാണല്ലോ, ഒരു എൻജോയ്മെൻ്റ് അല്ലേ നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ ഉള്ള കാലമാണല്ലോ, പേരൻസ് ഉള്ള കാലമാണ് മക്കൾ സന്തോഷിക്കുന്നത്. പിന്നെ എന്താ പറയുക, ഭർത്താവ് ഉള്ള കാലം ഭാര്യ സന്തോഷിക്കും. അപ്പോൾ ഞാൻ രമേശ്വരോട് പറഞ്ഞു, നിങ്ങളും ഞാനും ഉള്ള കാലം നമ്മുടെ മക്കൾ സന്തോഷിക്കും, നിങ്ങളുള്ള കാലം ഞാനും സന്തോഷിക്കും. അതാണല്ലോ ഒരു കുടുംബം എന്ന് പറയുന്നത്. കുടുംബം ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് പറയുന്നത്. സുഖദുഃഖ സമ്മിശ്രമാണ് ജീവിതം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന അവസരങ്ങളൊക്കെയും നമുക്ക് എൻജോയ് ചെയ്യുക. ചെറിയ ചെറിയ അവസരങ്ങളായിരിക്കും നമുക്ക് കിട്ടുന്നെങ്കിൽ ആ അവസരം നമ്മൾ ഉപയോഗിക്കുക. കാരണം നമ്മുടെ ലൈഫിനകത്ത് എപ്പോഴും വേണോ വിധി മാറ്റിമറിക്കുക. ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ എന്ത് വേണോ സംഭവിക്കുക. അപ്പോൾ അതുകൊണ്ട് ഉള്ള കാലം നമ്മൾ എൻജോയ് ചെയ്ത് ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം കേട്ടോ. അങ്ങനെ മെൻ്റലിസം ഫുഡ് കഴിഞ്ഞതിന് ശേഷം അവിടെ മെൻ്റലിസം ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഡാൻസ് പ്രോഗ്രാം ആയിരുന്നു കേട്ടോ. ഡാൻസ് പ്രോഗ്രാം വെച്ചു. അതുപോലെ തന്നെ ചെണ്ടമേളം ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ ചെണ്ടമേളം. അങ്ങനെ എൻ്റെ മക്കൾക്ക് വൈബില്ല എന്ന് പറഞ്ഞത് എൻ്റെ മക്കൾ ആടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞ സമയത്ത് പപ്പയും മക്കളും കൂടി ഫ്രണ്ടിലോട്ട് പോകുന്നതുകൊണ്ട് പിന്നെ അവിടെ അങ്ങോട്ട് ഒരു എന്താ പറയേണ്ടത്, ഒരു താളമയമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും ആടുന്ന കണ്ടപ്പോൾ ഞാൻ ഞാൻ മാത്രം എന്തിനാണ് ആടാതെ നിൽക്കുന്നത്, ഞാനും അങ്ങനെ ആടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും നോക്കിയപ്പോൾ 2025 എത്തിക്കാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാ വർഷവും ഉള്ളതുപോലെ സ്നേഹചുംബനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൈമാറി ന്യൂ ഇയർ ഒക്കെ എന്താ പറയേണ്ടത് വിഷ് ചെയ്തു. അപ്പോൾ എൻ്റെ മനസ്സിനകത്ത് പ്രാർത്ഥനയായിരുന്നു. കാരണം വെച്ചാൽ ഇവിടെ ഇപ്പോൾ എല്ലാവരും സന്തോഷിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ അടുത്ത വർഷം ഇതിൻ്റെ അവസാനം നമുക്ക് കാണുവാൻ ഇടവരുത്തനെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും ദൈവത്തോട് നന്ദി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും വളരെ സന്തോഷമായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ സ്റ്റേജിൽ കയറിയിട്ടുണ്ടായിരുന്ന ആര്യയും സൂര്യയും പിന്നെ എന്താ പറയേണ്ടത് അടിപൊളിയായിരുന്നു. വേറെ ലെവൽ, വേറെ വൈബ്, പൊളിയായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ കൂടത്തുള്ളു എന്നും പറഞ്ഞ് എനിക്ക് ഇപ്പോൾ എല്ലാ DJയിലും ഈ പാട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ കൂടത്തുള്ളാൻ പറഞ്ഞപ്പോൾ ഞാനും അങ്ങോട്ട് തുള്ളി സമയം പോയതറിയില്ല. അപ്പോൾ അവിടെ അനൗൺസ്മെൻറ്റ് വന്നു, പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ആയിരിക്കുകയാണ്, നമുക്ക് പുറത്തോട്ട് ഇറങ്ങിയാൽ പിന്നെന്താണ് വെടിക്കെട്ട് കാണും. അങ്ങനെ ഫയർ വർക്ക്സ് ഇവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും അങ്ങനെ അവിടെ കിടക്കുന്ന ആ പേപ്പറൊക്കെ തന്നെ അങ്ങോട്ട് മുകളോട്ടൊക്കെ വാരിയിട്ട് സന്തോഷം കൂക്കുവിളിയും ആർപ്പ് വിളിയും എന്താ പറയേണ്ടത്. 2024 അവസാനം കണ്ടു, 2025 ആരംഭം. നമ്മളിതാ നല്ല അടിപൊളിയായിട്ട് ആകാശത്തിൽ വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് എല്ലാവരുടെയും ഹൃദയങ്ങൾ എന്തൊരു പൂത്തിരി തന്നെ കത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരുടെ ജീവിതം ഇതുപോലെ പ്രകാശകരമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഒത്തിരി സന്തോഷമായി. മക്കളൊക്കെയാണ് ഇവിടെ ഡാൻസ് കളിച്ച് തളർന്ന് ഒരു പരുവമായിട്ട്
അവിടെ ഇരിപ്പുണ്ടായിരുന്നു. എന്തായാലും കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞങ്ങളിതാ പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട് കാറിൽ കയറി. ഈ സമയത്ത് ഞാൻ അവിടെ കളിച്ചോടുന്ന സമയത്ത് ഒരു പയ്യൻ വന്നിട്ട് ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞത് പപ്പ അതിൻ്റെ ഇടയിൽ കയറി ഹാപ്പി ന്യൂ ഇയർ മോനെ എന്നും പറഞ്ഞിട്ട് അവൻ പിന്നെ ഏത് വഴിക്ക് ഓടിയെന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് റോഡിനകത്താണെങ്കിൽ ഇവിടെ ഹാപ്പി ന്യൂ ഇയർ ഒക്കെ വിഷ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ട്രിവാൻഡ്രത്ത് ഇപ്പം നമ്മുടെ എന്താ മ്യൂസിയം ആ ഭാഗമാണ് കേട്ടോ. അപ്പോൾ അതായത് മ്യൂസിയത്തിനും ഒത്തിരി പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. റോഡിൽ നിറയെ ആൾക്കാരാണ്. കനകക്കുന്ന് കൊട്ടാരമുണ്ടല്ലോ, ആ പരിസരമാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ എല്ലാവരും സന്തോഷകരമായിട്ട് 2025 ജൈത്രയാത്ര ഇവിടെ തുടരുകയാണ്. ഞങ്ങളും ഞങ്ങളുടെ ജീവിതയാത്ര തുടരുന്നുണ്ട്. വീട്ടിലെത്തി പിന്നെ വന്നിട്ട് ഞങ്ങൾ കമ്പിത്തിരി മത്താപ്പ് അങ്ങനെ സംഭവങ്ങളൊക്കെ ഞങ്ങളും കത്തിച്ചിട്ടുണ്ടായിരുന്നു. 2025 തുടക്കം മനോഹരമായിരുന്നു. ഇതിൻ്റെ ഒടുക്കം അതിമനോഹരമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. വീഡിയോ കണ്ട നിങ്ങൾക്ക് ഏവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈശ്വരൻ എല്ലാവർക്കും നല്ലതും നന്മയും വരുത്തട്ടെ എന്ന പ്രാർത്ഥനയിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങൾ എന്നെ 2024 സപ്പോർട്ട് ചെയ്തതുപോലെ 25 ഞാൻ ഇടുന്ന വീഡിയോസും ലൈവും ഷോർട്സും ഒക്കെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. അതുവരെ നിങ്ങൾ നിന്ന് ഇവിടെ പറയുന്നത് വിജി രമേശ് വ്ലോഗിലെ വിജി. ഇഷ്ടം തരണം, കൂട്ടുകൂടാൻ മറക്കല്ലേ. ബൈ ബൈ.